ഹലോ മൈ ഡേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 100 ഡേയ്സ് വീഡിയോ മേക്കിംഗ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഡേ 1 മുതൽ 13 വരെയുള്ള ചലഞ്ചുകൾ നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു അപ്രീസിയേഷൻ കൊടുക്കുക. കാരണം ഈ ഒരു ചലഞ്ച് നിങ്ങൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സോ വന്ന് തുടങ്ങിയിട്ടില്ലെങ്കിലും വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ ആ ചേഞ്ചസ് കാണാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കും. സോ ആദ്യമായി ഈ ഒരു ചാനൽ വഴി എന്നെ കാണുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് നിസീബ, മണി മാനേജ്മെന്റ് കോച്ചാണ്, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് കോച്ച് കൂടിയാണ്. സോ ഡേ 1 മുതൽ 13 വരെയുള്ള ചലഞ്ചസ് നിങ്ങൾ കാണാതെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് 1 മുതൽ 13 വരെയുള്ള ചലഞ്ച് കാണുകയും 14ാമത്തെ ചലഞ്ചിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയും ചെയ്യുക. സോ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണാമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ റെഫർ ചെയ്യുകയും ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയൊരു ആക്ഷനാണ് ഒരു വലിയൊരു റിസൾട്ടിലോട്ട് വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ചലഞ്ചിൽ പ്രോമിസ് ചെയ്യുന്നത് 100 ഡേയ്സ് ഈ ഒരു ചലഞ്ച് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വീഡിയോ മേക്കിംഗ് ചെയ്യാനുള്ള ഫിയർ നിങ്ങൾക്ക് മാറുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ നോളജ് ആവട്ടെ, പ്രോഡക്റ്റ് ആവട്ടെ, സർവീസ് ആകട്ടെ, നിങ്ങൾക്ക് ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ കണ്ടെത്തി നിങ്ങളുടെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാനും അതുവഴിയിട്ട് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ് ഇത്രയാണ്: എല്ലാ ദിവസവും ഈ ഒരു ചലഞ്ച് ചെയ്യുക. ആ ചലഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ റിസൾട്ട്സുകൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. സോ എത്ര പേര് ഈ ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് സീരിയസ്ലി എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സി എന്ന് ടൈപ്പ് ചെയ്യുക. ഓർക്കുക, ദിവസം 5 മിനിറ്റ് മാത്രം മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചലഞ്ച് സൂപ്പറായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഡേ 14 ചലഞ്ചിലോട്ട് പോവാം. അതായത് നമ്മളിപ്പം HSA ഫോർമാറ്റാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ ഹുക്ക് സ്റ്റോറി ആക്ഷനാണ്. ഈ ഒരു ഹുക്ക് സ്റ്റോറി ആക്ഷനകത്ത് നമുക്ക് ഹുക്ക് ആവശ്യമാണ്. അതുപോലെ നല്ല ബേസിക് ആയിട്ടുള്ള സ്റ്റോറി നമുക്ക് വേണം. അതുപോലെ നമ്മൾ ഒരു ആക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ വരുന്ന ഈ ഒരു വീഡിയോസ് കാണുന്ന ആൾക്ക് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ആക്ഷൻ, ആ ഒരു പോയിന്റും കൂടി നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹുക്ക് ടെംപ്ലേറ്റിൽ നമ്മൾ നോക്കുന്ന ഇന്നത്തെ ഒരു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നോളജ് ഷെയർ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്നവരായിരിക്കും. സോ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണെങ്കിലും ആ പ്രോഡക്റ്റിനെ എങ്ങനെ പരിഹരിക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഹുക്ക് കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ ഡാഷിനെ ബാധിക്കുന്ന ഒരു സാധാരണ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഹുക്ക് ലൈൻ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയണം, ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന, അപ്പം ഇവിടെ ഡാഷിൻ്റെ അവിടെ എന്താണ് ബിസിനസ്, അല്ലെങ്കിൽ ഇപ്പം ഡാഷിൻ്റെ അവിടെ എനിക്ക് വേണമെങ്കിൽ ഇൻകം എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഒരു ഡാഷിൻ്റെ അവിടെ എനിക്ക് സെയിൽസ് എന്ന് പറയാം, ഈ ഡാഷിൻ്റെ അവിടെ വേണമെങ്കിൽ സോഷ്യൽ മീഡിയ ഗ്രോത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസിങ്ങിലുള്ള മെത്തേഡ്സ് എന്ന് പറയാം. സോ എന്ത് കാര്യമാണെങ്കിലും ഈ ഒരു ഡാഷിൻ്റെ അവിടെ പറയാം. നിങ്ങളുടെ ഡാഷിനെ ബാധിക്കുന്ന ഒരു സാധാരണ പ്രശ്നം, അത് സാധാരണ ഒരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു സാധാരണ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ആളുകൾ എന്ത് ചെയ്യും? കണക്റ്റ് ആവും. ഓ, എനിക്കിപ്പം ബിസിനസ്സിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ സെയിൽസിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇൻകത്തിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസിൽ പ്രശ്നമാണ്, എനിക്ക് വീഡിയോ, ഇപ്പോൾ ഞാൻ പറയണം, നിങ്ങളുടെ വീഡിയോ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു സാധാരണ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു ഹുക്ക് പോകുമ്പോൾ ആളുകൾ എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. ഇതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ ആ പ്രോഡക്റ്റിനെ എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക? ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ എന്തായാലും ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ആ ഒരു ഇത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങളത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ ആ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എന്താണ്, ഇപ്പോൾ ഒരു ബൊട്ടീക്ക് നടത്തുന്നവരാണെങ്കിൽ സാധാരണയായിട്ട് ആ ബൊട്ടീക്ക് വാങ്ങിക്കാൻ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ ബൊട്ടീക്കോ, അല്ലെങ്കിൽ ബൊട്ടീക്കോ സാധനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ബൊട്ടീക്ക് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുക? വരുന്ന ആൾക്കാരെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അവിടെ പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബൊട്ടീക്ക് ബിസിനസ് എന്ന് പറയാം. നിങ്ങളിപ്പോൾ ഒരു കുറച്ചും കൂടി ഹയർ ലെവലിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ പറയാം. എന്താണോ അവിടെ നിങ്ങൾക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ഡാഷിൻ്റെ അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇപ്പോൾ ഒരാളിപ്പം എന്താണ്, ഇപ്പം ഒരു ഹെയർ സലൂൺ നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മുടി കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ മുടി കട്ട് ചെയ്യുന്ന സമയത്ത് ബാധിക്കുന്ന സാധാരണ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുക, എന്നിട്ട് സ്പെസിഫിക് ഏരിയാസ് എഴുതുക. അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളോട് പറയുന്ന കുറച്ച് അവരുടെ ഒബ്ജെക്ഷൻസോ അല്ലെങ്കിൽ പെയിൻ പോയിന്റ്സ് ഒക്കെ കാണും. ഈ പെയിൻ പോയിന്റ്സ് ഓരോന്നായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതുക. എഴുതിയതിന് ശേഷം ഈ റെഡി ടു യൂസ് എന്ത് ചെയ്യുക? ഈ
ടെംപ്ലേറ്റ് നിങ്ങളങ്ങ് യൂസ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അവരെ വീഴ്ത്താനുള്ള ഹുക്ക് ഇവിടെ റെഡിയാക്കി കഴിയുകയാണ്. ഈ ഹുക്ക് റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്താണ് പ്രോബ്ലം പറയുക. ഇപ്പം ഞാൻ പറയണത് നിങ്ങളിപ്പം ബിസിനസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു സാധാരണ പ്രശ്നമാണെങ്കിൽ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് എന്താണ് സ്കിൽസ് അല്ല അല്ലെങ്കിൽ ഒരുപാട് സ്കിൽസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ബിസിനസ്സിനകത്ത് ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക. എന്താണോ അവിടുത്തെ പ്രോബ്ലം, അത് നിങ്ങൾക്ക് സിസ്റ്റം ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലയൻസ് കുറവായിരിക്കാം. സോ എന്താണോ നിങ്ങളുടെ അവിടെ വരുന്നത് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലം ആയിട്ട് പറയാം. സോ ഇത് ഉണ്ടാകുന്നതിന് റീസൺ എന്ന് പറയാം. സോ റീസൺ എന്താണ്, ആ റീസണും കൂടി നിങ്ങൾ സ്പെസിഫൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം പറയുന്നു, അതിനുശേഷം എന്താണ് നിങ്ങളുടെ റീസൺസ് പറയുന്നു. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ പ്രോബ്ലം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പം പല ആൾക്കാർക്കും ലീഡ് ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ കൺവേർഷൻസ് കിട്ടുന്നില്ല. അപ്പം മാർക്കറ്റിംഗ് നിങ്ങൾ പല രീതിക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇൻകം സ്റ്റേബിൾ അല്ല. സോ ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അപ്പം അതെന്തുകൊണ്ടുണ്ടാകുന്നു? ചിലപ്പോൾ അത് ഉണ്ടാകുന്നത് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. സോ അപ്പോൾ നമുക്ക് പ്രോബ്ലവും അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് ബേസ് ചെയ്ത് വരുന്ന റീസൺ ഇതുകൊണ്ടാണ് എന്നുള്ള റീസണും കൂടി സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഹുക്ക് പറയുക, പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക, ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റീസൺ സ്റ്റേറ്റ് ചെയ്യുക. റീസൺ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഇത് ഉണ്ടാകുന്നതിന് കാരണം ഇതാണ്. അപ്പം ഓഡിയൻസിൻ്റെ പെയിനെ ഡിസ്ക്രൈബ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഒരു സ്റ്റോറി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള ക്ലയൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇത് എന്താണ് ഫീഡ്ബാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്ലയൻറ്റ് പറഞ്ഞ കാര്യത്തിന് കുറച്ചും കൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഉണ്ടാകുന്നതിന് കാരണം അവരിന് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടാകുന്ന കസ്റ്റമേഴ്സിന് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുകയും അവർ ഫേസ് ചെയ്ത ഇഷ്യൂസ് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ഇന്ന റീസൺസ് ആണെന്ന് ഒരു 3 റീസൺ നിങ്ങൾ സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ലാസ്റ്റ് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് യെസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് നെക്സ്റ്റ് എന്നോ ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നോ എന്തെങ്കിലും ഒരു CTയും കൂടി നിങ്ങൾ കൊടുക്കാൻ, അപ്പോൾ കോൾ ടു ആക്ഷൻ കൂടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബുക്കിൽ സ്ക്രിപ്റ്റായിട്ട് എഴുതുക. അപ്പോൾ സ്ക്രിപ്റ്റായിട്ട് എഴുതുമ്പം ഞാനിപ്പം നിങ്ങളുടെ ബുക്ക് എടുക്കുക, ഡേ 14 എന്നും പറഞ്ഞ ഡേറ്റ് എടുക്കുക. അതിനുശേഷം എന്താണ് നമ്മുടെ HSAയുടെ അല്ലെങ്കിൽ ഹുക്കിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് നമുക്കിന്ന് വരുന്നത്. എന്താണ് എന്താണ് ഒരു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അപ്പം നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കുന്ന ഒരു സാധാരണ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനുശേഷം പലർക്കും ഉണ്ടെങ്കിലും കിട്ടുന്നില്ല. അതായത് ലീഡ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പ്രോബ്ലം എന്താണ് പ്രോബ്ലം എന്താണ് പ്രോബ്ലം ലീഡ്സ് അല്ല, പ്രോബ്ലം നിങ്ങൾക്ക് സിസ്റ്റം ഇല്ലാത്തതാണ് പ്രോബ്ലം. അപ്പം നിങ്ങൾക്ക് അവിടെ എന്താണ് അതിന് സൊല്യൂഷൻസ് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് യെസ് എന്നും പറഞ്ഞ് കൊടുക്കുക. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രിപ്റ്റ് ഈ ഒരു ഒറ്റ ലൈനിൽ മാത്രം സ്ക്രിപ്റ്റ് എഴുതി നിങ്ങൾ ആ ക്ലയൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വീഡിയോ കൊടുത്ത് ശ്രമിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്, നിങ്ങളുടെ ആ ഫിയർ മാറുകയാണ്. അതായത് നിങ്ങൾക്ക് അവിടെ ഒരു ലീഡ് അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ലീഡ് നിങ്ങളുമായിട്ട് എന്താണ് കണക്റ്റ് ആവുകയാണ്. കാരണം വെച്ചാൽ അവർക്ക് ഓൾറെഡി ബിസിനസ്സിൽ പ്രശ്നം ഉണ്ടായിരിക്കാം, അവർക്ക് ചിലപ്പം ക്ലോസിങ്ങിൽ പ്രശ്നം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നതാണ്. ചിലവർക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല, അവർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഇതൊക്കെ ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഇതാണ് പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ പ്രോബ്ലം ഹൈലൈറ്റ് ചെയ്ത് അതിനുള്ള ഇൻസൈറ്റ് അല്ലെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻ ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, റീസൺ ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്താണ് കുറച്ചും കൂടി കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡേ 1 അഫർമേഷൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബുക്കിൽ എഴുതുക, 3 പ്രാവശ്യം നിങ്ങൾ പറയുക. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് പുതിയൊരു വീഡിയോ കിട്ടാനായിട്ട് പോവുകയാണ്. ആ വീഡിയോ എന്ത് ചെയ്യുക, ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ആക്ടിവിറ്റി കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക. സോ നമുക്ക് വീണ്ടും ഡേ 15 ചലഞ്ചിൽ വെച്ച് കണ്ടുമുട്ടാം. സോ ഈ ഒരു സെഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടും അതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് അറിയാൻ പറ്റുന്ന വളരെയധികം സന്തോഷമുണ്ട്. സോ നമ്മുടെ ഗ്രൂപ്പിൽ നിലനിൽക്കുക, അതുപോലെ തന്നെയാണ് കറക്റ്റായിട്ട് ചലഞ്ചുകളൊക്കെ ചെയ്യുക. നമുക്ക് എന്തായാലും 100 ലീഡ്സ് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ലീഡ്സിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ
താങ്ക് യു താങ്ക് യു താങ്ക് യു.